ഹായ്, വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യു ടിപ്സ്. PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യു ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ലെറ്റ്യൂസ് എഡ്യു ടിപ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്രേസൽ വെർബിന്റെ ക്ലാസ് ആണ്. കഴിഞ്ഞ കുറച്ച് അധികം ക്ലാസ്സുകളായിട്ട് നമ്മൾ ഫ്രേസൽ വെർബ് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PSCക്ക് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ലുക്കിൽ തുടങ്ങുന്ന കുറച്ച് ഫ്രേസൽ വെർബാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. കീപ്പിൽ തുടങ്ങുന്ന 2-3 പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അതിലേക്ക് പോകാം. കീപ് അവേ. കീപ് അവേ മീൻസ് ആബ്സ്റ്റെയിൻ. ആബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ആബ്സ്റ്റെയിൻ മീനിങ് വിട്ടു നിൽക്കുക. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. He wisely keeps away from liquor and tobacco. അല്ലെ, he wisely keeps away from liquor and tobacco. അതായത് അവൻ ലിക്വറിൽ നിന്നും ടുബാക്കോയിൽ നിന്നും വളരെ ബുദ്ധിപൂർവ്വം വിട്ടു നിന്നു. സോ ആ വിട്ടു നിൽക്കുകയാണ് ഉദ്ദേശിക്കുക. ആബ്സ്റ്റെയിൻ ഫ്രം വിട്ടു നിൽക്കുക. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. ആബ്സ്റ്റെയിൻ. കീപ് അവേ മീൻസ് ആബ്സ്റ്റെയിൻ. നെക്സ്റ്റ് ഫ്രേസൽ വെർബാണ് കീപ് ഓൺ. കീപ് ഓൺ മീൻസ് കണ്ടിന്യൂ, തുടർന്ന് പോകുവാനാണ് പറയുന്നത്. കീപ് ഓൺ മീൻസ് കണ്ടിന്യൂ, തുടരുക. He kept on till the work was finished. He kept on till the work was finished. That means he continued till the work was finished. Okay, keep on means continue, keep away, abstain. Next നോക്കി, keep up. വളരെ ഫെമിലിയർ ആണ്. PSC പല എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഫ്രേസൽ വെർബാണ് കീപ്പ് അപ്പ്. കീപ്പ് അപ്പ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? പലപ്പോഴും നമ്മൾ പറയുന്നത് കീപ്പ് ഇറ്റ് അപ്പ്, അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് കീപ്പ് അപ്പ്. സി, stay in position. The boss is very pleased with your work. Keep it up. അല്ലെ, അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് കീപ് അപ്പ്. ഓക്കെ, കീപ് അപ്പ്. അപ്പൊ കീപ്പിൽ തുടങ്ങുന്ന പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ഞാൻ ഈ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് കീപ് അവേ. കീപ് അവേ മീൻസ് ആബ്സ്റ്റെയിൻ, വിട്ടു നിൽക്കുക. ദെൻ സെക്കൻഡ് കേസ് പറഞ്ഞത് കീപ് ഓൺ. കീപ് ഓൺ മീൻസ് കണ്ടിന്യൂ. ദെൻ കീപ് അപ്പ് മീൻസ് സ്റ്റേ ഇൻ പൊസിഷൻ. ഇപ്പം ഈ 3 ഫ്രേസൽ വെർബ് ഒന്ന് നോട്ട് ചെയ്തേക്കണം. നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ലുക്ക് ആഫ്റ്റർ. വളരെ പരിചിതമായിട്ടുള്ള ഫ്രേസൽ വെർബാണ്. PSCയുടെ പല എക്സാമിനേഷനും കാണാറുള്ള ഒരു ഫ്രേസൽ വെർബ് കൂടിയാണ് ഇത് ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ മീൻസ് ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇത് ലുക്ക് ആഫ്റ്റർ. ടേക്ക് കെയർ ഓഫ്, അതാണ് സംരക്ഷിക്കുക. ലുക്ക് ആഫ്റ്റർ. സി, he has looked after his elderly parents for many years. He has looked after his elderly parents ഫോർ മെനി ഇയേഴ്സ്. കുറേ വർഷങ്ങളായിട്ട് അവനാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രായമേറിയ രക്ഷകർത്താക്കളെ സംരക്ഷിക്കുന്നത്. അല്ലെ, ഇപ്പൊ ലുക്ക് ആഫ്റ്റർ മീൻസ് ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക. നെക്സ്റ്റ് നോക്കിയേ, ലുക്ക് അറ്റ്. സാധാരണ നമ്മൾ പറയുന്ന അല്ലേ ലുക്ക് അറ്റ്. ലുക്ക് അറ്റ് മീൻസ് ടു ഹാവ് എ ഗ്ലാൻസ്. ടു ഹാവ് എ ഗ്ലാൻസ്. സി, ഐ ലുക്ക് അറ്റ് ലൈഫ് ഡിഫറെന്റ്ലി ഫ്രം യു. അപ്പൊ ലുക്ക് അറ്റ് മീൻസ് ടു ഹാവ് എ ഗ്ലാൻസ്, നോക്കിക്കാണുക എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ വ്യൂ എന്നൊക്കെ പറയാൻ സാധിക്കും. ഐ ലുക്ക് അറ്റ് ലൈഫ് ഡിഫറെന്റ്ലി ഫ്രം യു. നീ നോക്കിക്കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ലൈഫിനെ നോക്കിക്കാണുന്നത്. അല്ലെ, ഇപ്പൊ ലുക്ക് അറ്റ് മീൻസ് വ്യൂ അല്ലെങ്കിൽ ടു ഹാവ് എ ഗ്ലാൻസ്. നെക്സ്റ്റ് ലുക്ക് അഹെഡ്. ലുക്ക് അഹെഡ് മീൻസ് തിങ്ക് ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, ലുക്ക് അഹെഡ് മീൻസ് തിങ്ക് ഓഫ് ദി ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുക. വളരെ എളുപ്പം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ലുക്ക് എ ഹെഡ്. ഹെഡ് നമുക്ക് ഇങ്ങനെ ഓർക്കാം, തലയാണല്ലോ. ലുക്ക് എ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലേക്ക് നോക്കുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ തല പുകഞ്ഞ് ചിന്തിക്കുക. തല പുകഞ്ഞ് നമ്മൾ എന്തിനെ ചിന്തിക്കാറുള്ളത്? വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ നമ്മൾ തല പുകഞ്ഞ് ചിന്തിക്കാറുള്ളൂ. അല്ലാത്തതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറേ ഇല്ല. കഴിഞ്ഞു പോയത് പോയി, അല്ലെങ്കിൽ വരുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതാണ് എന്താ ലുക്ക് എ ഹെഡ്. തിങ്ക് ഓഫ് ദി ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ച് ചിന്തിക്കുക. ഇറ്റ്സ് ടൈം ടു ഫോർഗെറ്റ് ദി പാസ്റ്റ് ആൻഡ് ലുക്ക് അഹെഡ്. അല്ലെ, അതായത് പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മൾ എപ്പോഴും പറയും. ഇറ്റ്സ് ടൈം ടു ഫോർഗെറ്റ് ദ പാസ്റ്റ്. അപ്പൊ എന്താ, പാസ്റ്റ് മറക്കേണ്ട സമയമായി. ലുക്ക് അഹെഡ്, ദാറ്റ് മീൻസ് തിങ്ക് അബൌട്ട് ദി ഫ്യൂച്ചർ. ഓക്കെ, അപ്പം തിങ്ക് ഓഫ് ദ ഫ്യൂച്ചർ, അതാണ് എന്താ ലുക്ക് അഹെഡ്. ലുക്ക് അറ്റ് മീൻസ് ടു ഹാവ് എ ഗ്ലാൻസ് ഓർ വ്യൂ. ദെൻ ലുക്ക് ആഫ്റ്റർ മീൻസ് ടേക്ക് കെയർ ഓഫ്. നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ലുക്ക് ഡൗൺ ഓൺ. ലുക്ക് ഡൗൺ ഓൺ മീനിങ് ഡിസ്ഡൈൻ. ഡിസ്ഡൈൻ എന്താ, പുച്ഛിക്കുക. അല്ലെ, നമ്മൾ ഡെസ്പൈസ്, പുച്ഛിക്കുക എന്ന് പറയുന്നതാണ് എന്താ ഡിസ്ഡൈൻ. ലുക്ക് ഡൗൺ ഓൺ മീൻസ്, അതായത് നമ്മൾ ഇത്ര സിമ്പിൾ അടിച്ചു വെച്ചാൽ മതി, താഴേക്കിടയിലേക്ക് നോക്കുക. താഴേക്കിടയിലേക്ക് നോക്കുമ്പോൾ എന്ത് തോന്നും? ഓഫ് കോഴ്സ് ചില ആളുകൾക്ക് പുച്ഛം തോന്നും. അല്ലെ, അപ്പൊ ലുക്ക് ഡൗൺ ഓൺ മീൻസ് പുച്ഛിക്കുക, ഡിസ്ഡൈൻ. ഷീ ലുക്സ് ഡൗൺ ഓൺ പീപ്പിൾ ഹു ഷോ ഓഫ് ദെയർ വെൽത്ത്.
അല്ലെ, ചില ആളുകൾ അവരുടെ സമ്പത്ത് എന്ത് ചെയ്യും, പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളോട് എന്താണ്, ഷീ ലുക്സ് ഡൗൺ ഓൺ, ദാറ്റ് മീൻസ് അവൾക്ക് പുച്ഛമാണ്. അപ്പം ലുക്സ് ഡൗൺ ഓൺ മീൻസ് ഡിസ്ഡൈൻ, പുച്ഛിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. നെക്സ്റ്റ് ലുക്ക് ഫോർവേഡ് ടു. അപ്പോൾ മറ്റേത് ലുക്സ് ഡൗൺ ഓൺ, നമുക്കറിയാം താഴേക്കിടയിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ രണ്ട് ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്നു, ബാക്കിയുള്ളവർ താഴേക്കിടയിൽ കിടക്കുന്നു എന്ന് കാണുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പുച്ഛം ഉണ്ടാകുന്നത്. അത് ലുക്ക് ഡൗൺ ഓൺ. നെക്സ്റ്റ് ലുക്ക് ഫോർവേഡ് ടു. അപ്പൊ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് നോക്കുവാണെന്ന് വിചാരിക്കുക. സി ആന്റിസിപ്പേറ്റ് ഈഗർലി. ആന്റിസിപ്പേറ്റ് മീൻസ് എന്താണ്, പ്രതീക്ഷിക്കുകയാണ്. ഈഗർലി ആകാംക്ഷയോടെയാണ്. ആന്റിസിപ്പേറ്റ് ഈഗർലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിക്കുക. വേണമെങ്കിൽ നമുക്ക് കാത്തിരിപ്പ് എന്നതിനെ പറയാം. അവൈറ്റ്, കണ്ടോ, ആന്റിസിപ്പേറ്റ് ഈഗർലി ഓർ അവൈറ്റ്. ലുക്ക് ഫോർവേഡ് ടു. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ദെയർ റിപ്ലൈ. അല്ലെ, ഞാൻ അവരുടെ മറുപടിക്ക് വേണ്ടിയിട്ട് ആകാംക്ഷാപൂർവ്വം കാത്തിരുന്നു. അപ്പൊ ലുക്ക് ഫോർവേഡ് ടു മീൻസ് അവൈറ്റ്, കാത്തിരിക്കുക, അല്ലെങ്കിൽ എന്താണ്, ആന്റിസിപ്പേറ്റ് ഈഗർലി. നെക്സ്റ്റ് ലുക്ക് ഫോർ, വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ലുക്ക് ഫോർ മീൻസ് സെർച്ച് ഫോർ, അന്വേഷിക്കുക, സെർച്ച് ഫോർ. സി വാട്ട് ഈസ് ഹി ലുക്കിംഗ് ഫോർ, അവൻ എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം സെർച്ച് ഫോർ എന്ന അർത്ഥം വരുന്നതാണ് എന്താ, ലുക്ക് ഫോർ. ലുക്ക് ഡൗൺ ഓൺ മീൻസ് ഡിസ്ഡൈൻ, പുച്ഛിക്കുക. ലുക്ക് ഫോർവേഡ് ടു ആന്റിസിപ്പേറ്റ് ഈഗർലി ഓർ അവൈറ്റ്, കാത്തിരിക്കുക അല്ലെങ്കിൽ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിക്കുക. ലുക്ക് ഫോർ മീൻസ് സെർച്ച് ഫോർ. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഫ്രേസൽ വെർബാണ് ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, ഇൻവെസ്റ്റിഗേറ്റ് എന്നുള്ളതാണ് എന്താ, ലുക്ക് ഇൻ ടു. See, the police are looking into the matter. That means the police are investigate the matter. അല്ലെ, അപ്പം ഇൻവെസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ലുക്ക് ഇൻ ടു, അന്വേഷിക്കുക. ദാറ്റ് മീൻസ് ലുക്ക് ഇൻ ടു മീനിങ് ഇൻവെസ്റ്റിഗേറ്റ്. ഇൻവെസ്റ്റിഗേറ്റ് മീനിങ് ആയിട്ട് വരുന്ന മറ്റു കുറച്ച് ഫ്രേസൽ വെർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് പഠിക്കുന്ന കൂടെ എന്ത് ചെയ്യുക, ആ സമാനമായിട്ട് അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് കൂടി ഒന്ന് നോക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ് ലുക്ക് ഓവർ. ലുക്ക് ഓവർ മീൻസ് എക്സാമിൻ കെയർഫുള്ളി. ഇതുപോലെ തന്നെയാണ് എക്സാമിൻ കെയർഫുള്ളിയും നമ്മൾ പല ഫ്രേസൽ വെർബിലും ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതെല്ലാം കൂടി ഒന്ന് ഏകീകരിച്ച് വെക്കുന്ന വളരെ ഉപകാരം ചെയ്യും കേട്ടോ. അപ്പം ലുക്ക് ഓവർ മീൻസ് എക്സാമിൻ കെയർഫുള്ളി. അതായത് ഓവർ നമുക്കറിയാം എന്താണ്, മുകളിലൂടെയാണ് അല്ലേ. അപ്പം ലുക്ക് ഓവർ മീൻസ് ഒന്നുകൂടി നോക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ എക്സാമിൻ കെയർഫുള്ളി, സൂക്ഷ്മ പരിശോധന. He has looked over your work and has some comments to make. അല്ലെ, he has looked over your work. അദ്ദേഹം നിങ്ങളുടെ വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിൻ കെയർഫുള്ളി. ഓക്കെ, സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുണ്ട്. അപ്പൊ ലുക്ക് ഓവർ മീൻസ് എക്സാമിൻ കെയർഫുള്ളി. ലുക്ക് ഇൻ ടു മീൻസ് ഇൻവെസ്റ്റിഗേറ്റ്. നെക്സ്റ്റ് ലുക്ക് അപ്പ്. ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ലുക്ക് അപ്പ്. ലുക്ക് അപ്പ് മീൻസ് ഇംപ്രൂവ്. ഓക്കെ, ഇംപ്രൂവ് എന്നുകൊണ്ട് അതേ സെയിം ടൈം തന്നെ പിക്കപ്പ് എന്നുള്ള മീനിങ് കൂടിയുണ്ട്. പെറുക്കിയെടുക്കുക നമ്മൾ പറയില്ലേ, പിക്കപ്പ്. സോ പിക്കപ്പ് അതുപോലെ തന്നെ ഇംപ്രൂവ് എന്നുള്ള അർത്ഥം കൊടുക്കുന്നതാണ് ഇത്, ലുക്ക് അപ്പ്. സി ബിസിനസ് ഈസ് അറ്റ് ലാസ്റ്റ് ലുക്കിംഗ് അപ്പ്. ദാറ്റ് മീൻസ് ബിസിനസ് ഈസ് അറ്റ് ലാസ്റ്റ് ഡെവലപ്ഡ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഡെവലപ്പ് എന്നൊരു മീനിങ് കൂടി ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ഈസ് അറ്റ് ലാസ്റ്റ് ഇംപ്രൂവ്ഡ്. ഓക്കെ, അപ്പോൾ ലുക്ക് അപ്പ് മീൻസ് എന്തൊക്കെയാണ്, ഡെവലപ്പ്, പിക്കപ്പ്, ദെൻ ഇംപ്രൂവ്. നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ലുക്ക് ഓൺ. ലുക്ക് ഓൺ മീൻസ് വാച്ച്. അല്ലെ, നോക്കി നിൽക്കുക എന്നുള്ള മീനിങ്ങേ വരുന്നുള്ളൂ. ലുക്ക് ഓൺ മീൻസ് വാച്ച്, നിരീക്ഷിക്കുക അല്ലെങ്കിൽ നോക്കി നിൽക്കുക. They stood looking on while the man was being beaten up. അല്ലെ, ആ മനുഷ്യനെ മർദ്ദിക്കുന്നത് എന്ത് ചെയ്തു, അവർ നോക്കി നിന്നു. ദാറ്റ് മീൻസ് ലുക്ക് ഓൺ മീൻസ് വാച്ച് അല്ലെങ്കിൽ നോക്കി നിൽക്കുക, ദെൻ നിരീക്ഷിക്കുക. നെക്സ്റ്റ് ലുക്ക് അപ് ടു. ലുക്ക് അപ് ടു മീൻസ് റെസ്പെക്റ്റ്, ആദരിക്കുക, ബഹുമാനിക്കുകയാണ് ലുക്ക് അപ് ടു. ഐ റിയലി ലുക്ക് അപ് ടു മൈ ടീച്ചേഴ്സ്. അല്ലെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഐ റെസ്പെക്ട് മൈ ടീച്ചേഴ്സ്. ദാറ്റ് മീൻസ് ലുക്ക് അപ് ടു മീൻസ് റെസ്പെക്ട്. ലുക്ക് ഓൺ മീൻസ് വാച്ച്, ലുക്ക് അപ് ടു മീൻസ് റെസ്പെക്ട്. ലുക്ക് അപ്പ് എന്തായിരുന്നു, ലുക്ക് അപ്പ് മീൻസ് ഇംപ്രൂവ്. കീപ്പിൽ തുടങ്ങുന്ന 3 പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ലുക്കിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബാണ് കണ്ടത്. PSC അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് ലുക്കിൽ തുടങ്ങുന്ന ഫ്രേസൽ വെർബ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രാജുസ് ഫാദർ ഈസ് ഇൻ അമേരിക്ക. He is dash his father's arrival next week. രാജുസ് ഫാദർ ഈസ് ഇൻ അമേരിക്ക. നമുക്കറിയാലോ, രാജുവിന്റെ ഫാദർ അമേരിക്കയിലാണ്. He is dash his father's arrival next week. അടുത്ത ആഴ്ച എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ അച്ഛന്റെ വരവിന് വേണ്ടി അവൻ എന്ത് ചെയ്യുകയാണ്. ഓക്കെ, ഡാഷോടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ ലുക്കിംഗ് ഫോർവേഡ് ടു. ലുക്കിംഗ് ഫോർവേഡ് എന്താ നമ്മൾ പഠിച്ചു, എന്തായിരുന്നു, അവൈറ്റ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്, ആന്റിസിപ്പേറ്റ് ഈഗർലി, കാത്തിരിക്കുക. ലുക്കിംഗ് ഔട്ട് അറ്റ്. അല്ലെ, ലുക്കിംഗ് ഔട്ട് അറ്റ് മീൻസ്
വിജിലന്റ് ആണ്. ബി കോഷ്യസ്, വിജിലന്റ്, VIGILANT, വിജിലന്റ്. ദെൻ ലുക്കിംഗ് അപ്പ് ഓൺ, ലുക്കിംഗ് അപ്പ് ഓൺ നമുക്കറിയാം ഇംപ്രൂവ് ആണെന്ത്, ലുക്കിംഗ് അപ്പ് ഓൺ. Then looking ahead on, looking ahead on means think about the future or think of the future. ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, അച്ഛന്റെ വരവിനെ അവൻ എന്ത് ചെയ്യണം, അക്ഷമയോടെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് ഫാദേഴ്സ് അറൈവൽ നെക്സ്റ്റ് വീക്ക്. ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്ന ഇവിടെ ആൻസർ ആയിട്ട് ലഭിച്ചിരിക്കുന്നത്. ലുക്കിനെ ബേസ് ചെയ്തുള്ള സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സി, we should always dash the meaning of new words in the dictionary. We should always dash the meaning of new words in the dictionary. Option A, look into. Look into meaning എന്തായിരുന്നു, investigate. Look up, look up means improve or pick up. ഞാൻ പറഞ്ഞു pick up. Then look over, അല്ലെ, look overന്റെ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ look after, ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, we should always dash the meaning of new words in the dictionary. We should always pick up the meaning of new words in the dictionary. അപ്പോൾ pick up എന്ന അർത്ഥം വരുന്ന ഏതിനാണ്, ലുക്ക് അപ്പ് എന്നുള്ളതാണ് എന്താ pick up എന്നുള്ള മീനിങ് നമുക്ക് തരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മെനി പീപ്പിൾ ഡാഷ് ദി പുവർ. കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, മെനി പീപ്പിൾ ഡാഷ് ദി പുവർ. ഓപ്ഷൻ എ, ലുക്ക് ഇറ്റ് എ ഹെഡ് ടു, അല്ലെ, ലുക്ക് ഇറ്റ് എ ഹെഡ് ടു നമുക്കറിയാം എന്താണ്, തിങ്ക് ഓഫ് ദി ഫ്യൂച്ചർ. ദെൻ ലുക്ക് ഇറ്റ് ഫോർവേഡ് ടു, ആദ്യം നമ്മൾ രാജുവിന്റെ അച്ഛന്റെ കേസ് പറഞ്ഞു, ലുക്ക് ഇറ്റ് ഫോർവേഡ് ടു മീൻസ് എന്തായിരുന്നു, അവൈറ്റ്. ദെൻ ലുക്ക് ഇറ്റ് ഓൺ ടു, ലുക്ക് ഓൺ ഞാൻ പറഞ്ഞെന്തായിരുന്നു, വാച്ച് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലുക്ക് ഇറ്റ് ഡൗൺ ഓൺ ഡിസ്ഡൈൻ, ഡിസ്ഡൈൻ എന്താണ്, പുച്ഛിക്കുക. മെനി പീപ്പിൾ ലുക്ക് ഇറ്റ് ഡൗൺ ഓൺ ദി പുവർ, അല്ലെ, ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പുവറിനെ പുച്ഛിക്കാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ കീപ്, ലുക്ക് ഒക്കെ വെച്ചുള്ള ഫ്രേസൽ വെർബാണ് പഠിച്ചത്. ലുക്കിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഷെയർ ചെയ്യുക. താങ്ക്